ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കിച്ചണിൽ അർച്ചനയും മീരയെടുത്തേയും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഉറങ്ങി എഴുന്നേറ്റ അനഘ കിച്ചണ് വാതുക്കലേക്ക് എത്തി. അതെ, എത്ര നേരമായി ഞാൻ എഴുന്നേറ്റിട്ടെന്ന് അറിയാമോ എന്ന് ഇരുവരോടുമായി അനഘ ചോദിച്ചു. എന്താ കാര്യം എന്നുള്ള രീതിയിൽ രണ്ടുപേരും നോക്കിയപ്പോ, എനിക്ക് ഒരു ഗ്ലാസ് ബെഡ് കോഫി നിങ്ങൾക്ക് കൊണ്ടു തരാൻ കഴിയില്ലേ എന്ന് ചോദിച്ചു. ഉടനെ മീര പറഞ്ഞു, അയ്യോ, ബെഡ് കോഫി ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്, പക്ഷെ കുറച്ചു മുമ്പ് ഞാൻ എടുത്തങ്ങ് കുടിച്ചുപോയി. അല്ല, ഇനിയിപ്പോ ഇപ്പോ എന്റെയും അച്ചുവിന്റെയും കൈ ഒഴിവില്ല. അതുകൊണ്ട് അത്ര നിർബന്ധമാണെങ്കിൽ തന്നെ വന്നിട്ട് കുടിക്കണം, അല്ലെങ്കിൽ കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് മീനാക്ഷി പറഞ്ഞു. അങ്ങനെ നിങ്ങളുടെ ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ തന്നെ ബെഡ് കോഫി ഒരെണ്ണം ഇട്ടോളാം. എനിക്ക് ബെഡ് കോഫി കുടിക്കാൻ ത്തോണ്ട് വല്ലാത്ത തലവേദന എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉടനെ മീരയെടുത്തി അച്ചുവിനോട് ചോദിച്ചു, അല്ല, ഇവിടെ ആതിരയ്ക്ക് മാത്രമല്ലേ ഗർഭമുള്ളൂ, അല്ലാതെ വേറെ ആർക്കും അങ്ങനെയുള്ള ആലസ്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് മീരയെടുത്തി അർച്ചനയോട് അന്വേഷിച്ചു. ഉടനെ അർച്ചന അനഘയോട് പറഞ്ഞു, അനഘ റൂമിലേക്ക് പോയിക്കോ, ഞാൻ ബെഡ് കോഫി കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോ ഉടനെ അത് പറ്റത്തില്ല, എനിക്കിപ്പൊ തന്നെ ഉണ്ടാക്കി തന്നാൽ എന്താ എന്ന് അനഘ ചോദിച്ചു. അതെ, നീ മര്യാദയ്ക്ക് സംസാരിക്കേ, ഇവിടെ ആരും നിന്റെ ജോലിക്കാരികളല്ല എന്ന് മീരയെടുത്തി അനഘയോട് ദേഷ്യത്തോടെ സംസാരിച്ചു. അതെ, നിങ്ങൾ ആരും എനിക്ക് വേണ്ടി അങ്ങനെ ഇപ്പൊ ഉണ്ടാക്കി തരണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കി എടുത്തോളാം എന്ന് പറഞ്ഞ് അനഘ വേഗം കിച്ചണിനകത്തേക്ക് കയറി. അനഘ കോഫി ഇടാനായി എല്ലായിടത്തും നോക്കി. അതിനുശേഷം നേരെ ഫ്രിഡ്ജ് തുറന്നു നോക്കുന്നു. ഫ്രിഡ്ജ് തുറക്കുന്നത് എന്തിനാണെന്ന് സംശയത്തോടെ മീര വന്ന് ചോദിച്ചു. എന്താ കാര്യം എന്ന് ചോദിച്ചു. ഫ്രിഡ്ജിനകത്ത് എടുക്കുന്നത് കോഫി പൗഡർ എവിടെയെന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞതും, അതോ, ഇതിലും ഭേദം ഞങ്ങൾ കോഫി ഉണ്ടാക്കി തരുന്നതായിരുന്നല്ലോ എന്ന് പറഞ്ഞതും വേഗം അടുത്ത സ്ഥലത്ത് നിന്ന് കോഫി പൗഡർ എവിടെയാ എന്ന് ചോദിച്ച് വേഗം ഫ്രിഡ്ജും മറ്റുമെല്ലാം പരതുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് ആ കബോർഡിൽ നിന്ന് ആ കോഫി പൗഡർ എടുത്തുകൊണ്ടുവന്ന് ഇതാ കോഫി പൗഡർ എന്ന് പറഞ്ഞ് തുറന്നെടുത്ത് അത് അനഘയെ മണപ്പിച്ച് കാണിച്ചു. അല്ല, ഇനി ഷുഗർ എവിടെയാ എന്ന് ചോദിച്ചപ്പോ, ഇതിലും ഭേദം ഞങ്ങളങ്ങ് ഇട്ട് തന്നാ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മീരയെടുത്ത് ഷുഗറും എടുത്ത് അനഘയുടെ കയ്യിലേക്ക് കൊടുത്തു. കോഫി പൗഡറും ഷുഗറും കിട്ടിക്കഴിഞ്ഞപ്പോ ആ സോസ്പാനിലേക്ക് കോഫി പൗഡർ കുറച്ചേറെ എടുത്തിടുകയാണ് അനഘ. അത് കണ്ട ഉടനെ മീരയും അച്ചുവും നോക്കി നിന്നു. അതിനുശേഷം വേഗം ടാപ്പ് ഓൺ ചെയ്യുന്നു. അതിനകത്ത് ഷുഗർ വിട്ട് കഴിഞ്ഞപ്പോ ടാപ്പ് ഓൺ ചെയ്ത് കുറച്ച് വെള്ളം എടുത്തു. ഇത് കണ്ട ഉടനെ മീരടുത്തി പറഞ്ഞു, അതെ, കുറേയേറെ ഷുഗർ അതിലേക്ക് ഇടുന്നത് കണ്ടതോടെ മീരടുത്തി വെള്ളം എടുത്ത് ഒഴിക്കുന്നത് കണ്ടപ്പോ പറഞ്ഞു, കുറച്ചേറെ വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ ചായ നല്ല സൂപ്പർ ആയേനെ എന്ന് പറഞ്ഞു. കുറച്ചുകൂടി ഷുഗർ ഉണ്ടായിരുന്ന അടിപൊളിയായേനെ എന്നൊക്കെ മീരടുത്തി പറയുന്നത് കേട്ട് ഇങ്ങോട്ട് മാറി നിൽക്ക എന്ന് പറഞ്ഞ് ആ സോസ്പാൻ നിറച്ച് വെള്ളം എടുക്കുകയാണ് അനഘ. അത് കണ്ട ഉടനെ മീരടുത്തി ആ അതിശയത്തോട് ചോദിച്ചു, അല്ല, ഇന്ന് ഈ വീട്ടിൽ 4 നേരവും ചായ തന്നെയാണോ എല്ലാരും കുടിക്കുന്നത്? അല്ല, ഇത്രത്തോളം വെള്ളം ഒഴിച്ചു വെക്കുന്നോണ്ടാ ഞാൻ ചോദിച്ചത് എന്ന് അതിശയത്തോടെ മീരയെടുത്തി ചോദിച്ചു. അതെല്ലാം കേട്ട ഉടനെ ആകെ ദേഷ്യത്തോടെ അനഘ മീരയെടുത്തിയെ നോക്കി. അപ്പോഴേക്കും മീരയെടുത്തി പറഞ്ഞു, അതെ, ഒരു ഗ്ലാസ് ചായക്ക് ഇത്രയും വെള്ളമൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ മീരടുത്തിയോട് ദേഷ്യത്തോടെ അനഘ പറഞ്ഞു, അതെ, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട, എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ മനസ്സിലായി നിനക്ക് എല്ലാം അറിയാമെന്ന്, അങ്ങോട്ട് മാറി നിൽക്ക് പെണ്ണെ എന്ന് പറഞ്ഞ് അനഘയെ അങ്ങ് മാറ്റി നിർത്തി. അതെ, ഇത് വല്ലപ്പോഴും ഒക്കെ ഈ കിച്ചണിലൊക്കെ ഒന്ന് കയറണേ എന്ന് പറഞ്ഞപ്പോ അച്ചു പറഞ്ഞു, അതെ, ചേച്ചിയുടെ പിന്നാലെ നടന്ന് ഇതുപോലെയുള്ള വേണ്ടാധീനങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് പഠിക്കുന്ന നേരത്ത് ഈ കിച്ചണിൽ കയറി ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ഒന്ന് നോക്കി പഠിക്കുകയാണെങ്കിൽ മറ്റാരുടെ ആശ്രയമില്ലാതെ ഒരു ഗ്ലാസ് ചായയെങ്കിലും സ്വന്തമായിട്ട് ഇട്ട് കുടിക്കാം നല്ല രീതിയിൽ എന്ന് പറഞ്ഞു. അത് കേട്ട ദേഷ്യത്തിൽ അനഘ കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഒന്ന് ഇവിടെ നിന്ന് പോകാവോ, ഞങ്ങള് ചായ ഇട്ട് തരാം എന്ന് പറഞ്ഞ് അനഘ അവിടുന്ന് അവർ ഇരുവരും കൂടി പറഞ്ഞയച്ചു. രണ്ടുപേരും കൂടി പോയി കഴിഞ്ഞപ്പോ അച്ചു പറഞ്ഞു, ഓഹോ, പറഞ്ഞിട്ട് കാര്യമില്ല, ചേച്ചിയുടെ പിന്നാലെ നടന്ന് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പഠിക്കാൻ മാത്രമല്ലേ അനഘയ്ക്ക് കഴിയും, അല്ലാതെ നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും അനഘയ്ക്കുള്ള ഫുഡ് കോഫി തയ്യാറാക്കി. ഈ സമയത്താണ് അവന്തിക നേരെ സേതുരാമന്റെ റൂമിലേക്ക് എത്തിയത്. അല്ല, ഇയാളിത് എവിടെ പോയി എന്ന് അകത്തെങ്ങും സേതുരാമനെ കാണാതായതോടെ അവന്തിക സംശയത്തോടെ ആലോചിച്ചു. അപ്പോഴേക്കും വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന സേതുമാധവൻ അവന്തികയെ എന്താ കാര്യം എന്ന് ചോദിച്ചു. അവന്തിക ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നിട്ട് സേതുമാധവനോട് പറഞ്ഞു, അല്ല, അച്ഛനുള്ള മരുന്നൊക്കെ എടുത്ത് തരാമല്ലോ എന്ന് കരുതി വന്നതാ എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ പറഞ്ഞു, അതൊക്കെ അർച്ചന എനിക്ക് കൃത്യസമയത്ത് എടുത്തു തന്നല്ലോ എന്ന് പറഞ്ഞു സേതുമാധവൻ വീട്ടിലേക്ക് ചെന്നിരിക്കുമ്പോ അവന്തിക അവിടെ നിന്ന് പരുങ്ങുന്നത് കണ്ടു. നിനക്ക് വേറെന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ അവന്തികെ എന്ന് പറഞ്ഞതും അവന്തിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് പിന്നെ അച്ഛാ, വേറൊന്നുമല്ല,
എന്ന് പറഞ്ഞപ്പോ, എന്താ അവന്തികെ നിനക്ക് പറയാനുള്ളത്? നീ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കാറെ. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാത്തത് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാ ഈ കുടുംബത്തെ അലട്ടിയതെന്നും എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയതെന്നും നിനക്കിപ്പോ അറിയാവുന്നതല്ലേ. അതുകൊണ്ട് എന്ത് മനസ്സിലുണ്ടെങ്കിലും അത് തുറന്നു പറ എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, വേറൊന്നും അല്ലച്ചാ, ഞാൻ നന്ദേട്ടൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാനായിരുന്നല്ലോ നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഓഫീസ് കാര്യങ്ങളിലൊക്കെ ഇതുവരെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ തുടർന്ന് ഞാൻ തന്നെ ചെയ്തോളാം. ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. അതുകൊണ്ട് നന്ദേട്ടനോട് അച്ഛൻ ഇക്കാര്യം ഒന്ന് പറയണം, അത് പറയാനാ ഞാൻ വന്നത് എന്ന് പറഞ്ഞു. ഉടനെ സീതമാത വേഗം എഴുന്നേറ്റ് അവന്തിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അതെ, നീ ഇപ്പോ ഇക്കാര്യം എന്നോട് പറഞ്ഞത് നന്ദൻ എന്റെ മകൻ തന്നെയാണ്, അതുപോലെ തന്നെ നിന്റെ ഭർത്താവുമാണ്. അതിനാൽ നിന്റെ കാര്യങ്ങളിൽ എന്നേക്കാൾ ഏറെ ഇടപെടാനും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും നന്ദനാണ്. മുൻപ് ഒരു വട്ടം ഞാൻ എന്റെ മകനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ എന്റെ പിടിവാശിക്കൊപ്പം അവനെ നിർത്താനായി ശ്രമിച്ചപ്പോഴാണ് ഇത്രയും വർഷക്കാലം ഈ കുടുംബത്തെ ഇത്രയും വലിയൊരു ദുരിതത്തിലേക്ക് നമ്മളെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയും അത്തരം ഭവിഷ്യത്തുകൾ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മകനെ എനിക്ക് വിശ്വാസമാണ്. അത് മാത്രമല്ല, അവനെ ഇപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവനെ നേർവഴിക്ക് നടത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനും തൽക്കാലം എനിക്കാവില്ല. അതുകൊണ്ട് മോളെ, ഇക്കാര്യം എനിക്ക് അവനോട് പറയാനാവില്ല. നീ ഇപ്പോ ഇങ്ങനെ ഒരു ആവശ്യം എന്റെ മുന്നിൽ പറയുന്നത് തന്നെ നീ അവനോട് പറഞ്ഞാൽ അവനത് ഒരിക്കലും അംഗീകരിക്കില്ല എന്നും നിന്റെ വാക്കുകൾ അവൻ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ നിന്റെ ആഗ്രഹത്തെ അവൻ അംഗീകരിക്കുന്നില്ല എന്ന് വേണമല്ലോ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരച്ഛൻ എന്ന നിലയിൽ ഞാൻ അവന്റെ കാര്യങ്ങളിൽ കൈ കടത്തുന്നതിന് ഒരു പരിമിതി ഉണ്ട് മോളെ എന്ന് സേതുമാധവൻ അവന്തികയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അവന്തിക ആകെ തന്റെ ആഗ്രഹം സഫലമാകാതെ പോയതിന്റെ നിരാശയിൽ തലകുനിച്ചങ്ങ് നിൽക്കുമ്പോ, ഇത്രയല്ലേ ഉള്ളൂ, ഇക്കാര്യമല്ലേ നമുക്ക് പറയാനുള്ളൂ എന്ന് അവന്തികയോട് ചോദിച്ചു. അത് കേട്ടതും ഉടനെ തന്നെ സേതുമാധവനോട് അവന്തിക പറഞ്ഞു, ഇത് മാത്രമല്ല അച്ഛാ, എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയുവാനുണ്ട്. ഇപ്പൊ നന്ദൻ തിരികെ എത്തിയപ്പോ മോളോട് വളരെ സ്നേഹത്തോടെയല്ലേ പെരുമാറുന്നത് നിങ്ങൾ രണ്ടുപേരും. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് ഉടനെ തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞ്, അതാണ് വേണ്ടത്. എന്റെ മക്കൾ 3 പേരും വളരെ സന്തോഷത്തോടെ ഭാര്യമാരോടും കുട്ടികളോടും ഒപ്പം സന്തോഷത്തോടെ സകുടുംബം താമസിക്കുന്നതും അവർ ജീവിക്കുന്നതും കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് സേതുമാധവൻ അവന്തികയോട് പറയുമ്പോൾ അവന്തിക നന്ദൻ തന്നെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർമ്മിച്ചു. ഓരോ തവണയും ആ റൂമിൽ ചെന്നപ്പോൾ തനിക്ക് നേരെയുണ്ടായ തന്റെ കരണത്ത് കിട്ടിയ സമ്മാനങ്ങളെ കുറിച്ച് ഓർത്ത് അവന്തിക ഞെട്ടലോടെ സേതുമാധവനെ നോക്കി. അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ, എന്താ മോളെ, ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ, അച്ഛാ, അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, അർച്ചനയും സന്ധ്യയും തമ്മിലുള്ള ഇപ്പോഴുള്ള സൗഹൃദം അത് കുറച്ച് ആഴത്തിലുള്ളതായി മാറിയിരിക്കുകയാണ്. അവർ തമ്മിലുള്ള ആ സൗഹൃദം അത് അത്ര ശരിയല്ല എന്നാണ് അച്ഛാ എന്റെ അഭിപ്രായം. അത് വേറൊന്നും കൊണ്ടല്ല, സന്ധ്യ നേരത്തെ എന്റെ സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ പെരുമാറ്റങ്ങളും അവളുടെ രീതികളും അത്ര ശരിയായിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അവളുടെ സൗഹൃദം വേണ്ടെന്ന് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോ അർച്ചനയുമായിട്ടുള്ള ആ സൗഹൃദം അത് നല്ല രീതിയിലല്ല, അല്ലെങ്കിൽ സന്ധ്യയുമായി അങ്ങനെ ഒരു സൗഹൃദം പുലർത്തുന്നത് നല്ലതല്ല എന്നതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് അങ്ങനെ ഒരു കൂട്ട് അർച്ചനയ്ക്ക് വേണ്ടെന്ന് അച്ഛൻ പറഞ്ഞു വിലക്കണം. ഇത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ പറഞ്ഞു, മോളെ, സന്ധ്യയെ എനിക്കറിയാം. അവള് ഈ നമ്മുടെ കുടുംബത്തോട് കാണിക്കുന്ന സ്നേഹവും അടുപ്പവും ഒക്കെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നതല്ലേ എന്ന് സേതുമാധവൻ അറിയിക്കുമ്പോ അവന്തിക പറഞ്ഞു, അച്ഛാ, അവളൊരു അനാഥയാണെന്നുള്ള ആ ഒരു സിമ്പതിയാണ് എല്ലായിടത്തും അവൾ പ്രയോഗിക്കുന്നത്. ആ ഒരു സിമ്പതിയുടെ പുറത്ത് എല്ലാവരും അവളെ നല്ല കുട്ടിയെന്നും നല്ലവളെന്നും വിശ്വസിച്ചു പോവുകയാണ് എന്ന് അവന്തിക പറഞ്ഞു. അത് തന്നെയാണ് എനിക്കും സംഭവിച്ചത് എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട ശേഷം സേതുമാധവൻ പറഞ്ഞു, മോളെ, സന്ധ്യ മുമ്പ് എങ്ങനെയായിക്കോട്ടെ, ആ സ്വഭാവം, ആ കുട്ടിയുടെ പെരുമാറ്റം എങ്ങനെയായാലും പ്രശ്നമായിരുന്നില്ല. പക്ഷെ ഇപ്പോ അവളൊരു ഡോക്ടറാണ്, ഈ സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വവും പ്രതിബദ്ധതയുമുള്ള ഒരു ഡോക്ടർ. ആ നിലയ്ക്ക് അവൾ ചെയ്യുന്ന പ്രവർത്തികൾ അതിന് ഉതകുന്നതായിരിക്കുമല്ലോ. അത് മാത്രമല്ല മോളെ, ഇപ്പൊ മോള് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു മോശ സ്വഭാവമാണ് സന്ധ്യക്ക് ഉള്ളതെങ്കിൽ അവൾ ചെയ്ത പ്രവർത്തികൾ നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്കായി മാത്രമാണ് ചെയ്തത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം, അർച്ചനയോടൊപ്പം ചേർന്ന് അവൾ ചെയ്ത നല്ലത് എന്ന് പറയാനുള്ള ഏറ്റവും ഉദാഹരണം നമ്മുടെ നന്ദൻ ഈ വീട്ടിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അർച്ചനയുടെ കാര്യത്തിൽ ഇനി സന്ധ്യ എത്ര മോശ സ്വഭാവക്കാരിയാണെങ്കിൽ പോലും ഒരു കാരണവശാലും ആ സ്വഭാവം അർച്ചനയെ ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല. അക്കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്.
അങ്ങനെയൊന്നും അർച്ചനയെ ഒരാൾക്കും മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സ്വഭാവത്തിനുടമയല്ല അർച്ചന. അർച്ചന വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയും അതിനേക്കാൾ ഉപരി എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ട എന്നും വ്യക്തമായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് അർച്ചനയെ അങ്ങനെ ആർക്കും ഒരു മോശമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതും എനിക്ക് ഉറപ്പ് തന്നെയാ. പിന്നെ മോളെ, എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഒരു സുഹൃത്തിനെ കുറിച്ച് പിന്നീട് അയാൾ നമ്മുടെ ശത്രുവോ അയാളോട് നമുക്ക് എത്ര വിരോധമോ ഉണ്ടായിക്കൊള്ളട്ടെ, എന്നാലും ഒരു കാരണവശാലും നമ്മുടെ സുഹൃത്തായിരുന്ന ആ വ്യക്തിയെക്കുറിച്ച് മറ്റൊരാളോട് മോശമായി സംസാരിക്കാൻ പാടില്ല. കാരണം അങ്ങനെ അയാളെ കുറിച്ച് മോശമായി മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അവിടെ ശരിക്കും മറ്റുള്ളവർ വിലയിരുത്തുന്നത് നമ്മളെ തന്നെയാണ്, നമ്മുടെ സ്വഭാവത്തെയാണ്. അക്കാര്യം മോള് മറക്കരുത്. ഒരു ആത്മാർത്ഥ സ്നേഹം, ഒരു സൗഹൃദത്തിന്റെ ആഴവും സൗഹൃദത്തിന്റെ നന്മയും എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതും അങ്ങനെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എനിക്കുണ്ടായത്. അത് അയാളുടെ പേരാണ് വിനയചന്ദ്രൻ. അവനാണ് എന്നെ പലതും പഠിപ്പിച്ചത് എന്ന് സേതുമാധവൻ അവന്തികയോട് പറയുന്നു. അവന്തികയുടെ അച്ഛന്റെ പേര് പറഞ്ഞു കേട്ട് അവന്തികയുടെ മുഖം വല്ലാതെ മങ്ങുന്നു. അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു, മോളെ, ഒരിക്കലും നമ്മുടെ സുഹൃത്തായിരുന്ന ഒരാളെ കുറിച്ച് മോശമായി മറ്റൊരാളോടും പറയരുത് എന്ന് അവന്തികയ്ക്ക് ഒരു താക്കീതും കൊടുക്കുന്നു. അതെല്ലാം കേട്ട് കഴിഞ്ഞതും അവന്തിക ആകെ വിഷമത്തോടെ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. സേതുമാധവൻ പറഞ്ഞ വിനയചന്ദ്രനെ കുറിച്ചുള്ള വാക്കുകൾ കേട്ട് തന്റെ അച്ഛനെ കൊന്നതിന് ശേഷം അയാൾ വീണ്ടും തന്റെ മുന്നിൽ അഭിനയിക്കുകയാണ് എന്ന പകയോടെ അവന്തിക പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം സേതുമാധവനും വിനയചന്ദ്രനെ കുറിച്ചുള്ള ഓർമ്മകൾ മുഴുകിയിരുന്നു. പിന്നീട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഹാളിലേക്ക് എത്തുമ്പോൾ അവിടെ അർച്ചനയും അവിടെ സ്നേഹയും ആതിരയും കൂടി മൊബൈലിൽ എന്തൊക്കെയോ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ സേതുമാധവൻ അവിടേക്ക് എത്തിയതും ആതിര വേഗം എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നത് കണ്ട് മോളെവിടേക്ക് പോവാ, മോളവിടെ ഇരുന്നോളൂ എന്ന് ആതിരയോട് സേതുമാധവൻ അറിയിച്ചു. അത് കേട്ടതും ആതിര പറഞ്ഞു, അല്ല, അച്ഛൻ പത്രം വായിക്കാൻ വന്നതല്ലേ എന്ന് ചോദിച്ചതും, അതൊന്നും സാരമില്ല മോളെ, മുതിർന്നവർ ഇവിടേക്ക് വന്നാൽ വേഗം എഴുന്നേറ്റ് പോകുന്നതൊക്കെ അത് പണ്ടത്തെ കാലത്തുള്ള ശീലങ്ങളായിരുന്നു. നിങ്ങളെ പോലെയുള്ള ന്യൂ ജനറേഷനൊന്നും അത് ചെയ്യേണ്ട കാര്യമില്ല. കണ്ടോ, മോൾ എഴുന്നേറ്റു, എന്റെ സ്വന്തം മോളായ അവള് ഇരുന്നിടത്ത് നിന്ന് ഒന്ന് അനങ്ങിയിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ സ്നേഹ പറഞ്ഞു, അതെ, ഞാൻ ന്യൂ ജനറേഷനാണ്, അതുകൊണ്ടാണ് ഞാൻ അനങ്ങാതിരുന്നത്. അച്ഛൻ ഞാനും ചെയ്തിരുന്നെങ്കിൽ അച്ഛൻ ഇത് തന്നെ എന്നോട് പറയുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് സ്നേഹ ചിരിച്ചു. അത് കേട്ട ഉടനെ തന്നെ ആതിരയോട് സേതുമാധവൻ ചോദിച്ചു, അല്ല മോളെ, മോള് ദേവന്തമാഷ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചതും, ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്ന ചാ എന്ന് ആതിര മറുപടി നൽകി. വിളിക്കണം, എന്നും വിളിക്കണം, നിങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു എന്ന് നിങ്ങൾ ചേച്ചിയും നിങ്ങൾ രണ്ട് സഹോദരിമാരും ഈ കുടുംബത്തെ സന്തോഷത്തോടെയും സുഖമായും സന്തോഷത്തോടെയും കഴിയുന്നു എന്ന് അറിയുന്നത് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ സ്നേഹ വേഗം തന്നെ ആതിര അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ സ്നേഹ അവിടെ ആതിരയെ പിടിച്ചിരുത്തുന്നു. ആതിരെ എന്ന് സ്നേഹ വിളിക്കുന്നത് കേട്ട് ഡി എന്ന് സേതുമാധവൻ സ്നേഹയെ വീണ്ടും താക്കീത് ചെയ്തു. അയ്യോ സോറി ഏട്ടത്തി എന്ന് ആതിരയെ വിളിച്ച് അവിടെ തന്റെ അരികിലായി ഇരുത്തി. അപ്പോഴാണ് സച്ചിയും സന്ദീപും കൂടി പോകാനായി പുറത്തേക്ക് ഹാളിലേക്ക് വന്നത്. ഉടനെ സന്ദീപും സച്ചിയും എന്നാ നിങ്ങൾ ഇറങ്ങുകയാണോ എന്ന് സന്ദീപിനോടും സച്ചിയോടുമായിട്ട് സേതുമാധവൻ ചോദിച്ചപ്പോ, അല്ല, എല്ലാരും പോവാണോ എന്നായി സ്നേഹയുടെ ചോദ്യം. അതെ, ഞങ്ങൾക്കൊക്കെ ഓരോ ജോലികളുണ്ടല്ലോ, ഒരു ജോലിയും കൂലിയും ഇല്ലാതെ നീയല്ലേ ഇവിടെ ഇരിക്കുന്നത് എന്ന് സ്നേഹയോട് ചോദിച്ചതും സ്നേഹ പറഞ്ഞു, അതെ, ഞാനും കൂടി പോയാ പിന്നെ എന്ത് ചെയ്യും, എന്റെ ആതിര ഏട്ടത്തിയെ നോക്കാനേ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പൊ മീരേടത്തി വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. മീരേടത്തി വരുന്നത് വരെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ മെഡിസിൻ എപ്പോഴൊക്കെ കൊടുക്കണം എന്നൊക്കെ കൃത്യമായി പറഞ്ഞ് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് സ്നേഹ പറഞ്ഞു. അല്ല, ഇന്ന് ഏട്ടൻ വരുന്നില്ലേ എന്ന് സ്നേഹ ചോദിച്ചതും നന്ദേട്ടൻ അപ്പോഴേക്കും അവിടേക്ക് എത്തി. എന്നാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നന്ദൻ അവർ അരികിലേക്ക് എത്തിയതും അർച്ചന അപ്പോഴേക്കും അവർക്ക് മുന്നിലേക്ക് എത്തി. അല്ല, എല്ലാരും വന്നല്ലോ എന്ന് ചോദിച്ചു. അതെ, നിങ്ങൾ ഓഫീസിലേക്ക് ഇറങ്ങുകയാണോ എന്ന് ചോദിച്ചു. അതെ അർച്ചന എന്ന് സച്ചി പറഞ്ഞു. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് അർച്ചന പറയുമ്പോ ഉടനെ എന്താ പറഞ്ഞോ എന്ന് പറഞ്ഞു. അല്ല, അവന്തികേട്ടത്തിയും മനഹ എവിടെ എന്ന് അർച്ചന ചോദിച്ചപ്പോ അവരൊക്കെ ഇപ്പൊ വരും, ഏടത്തി കാര്യം പറ, സർപ്രൈസ് ഇങ്ങനെ സസ്പെൻസ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാതെ എന്ന് സ്നേഹ പറഞ്ഞു. അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, അല്ല, അവന്തിക റൂമിലില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ അവന്തികയും സ്നേഹയും കൂടി പുറത്ത് എവിടെ നിന്നോ അകത്തേക്ക് കയറി വന്നു. അവരെ കണ്ട ഉടനെ തന്നെ അല്ല, ദാ എത്തിയല്ലോ ഏട്ടത്തിയും അനഘയും, ഇനി പറ എന്ന് അർച്ചനയോട് സച്ചി അറിയിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, ഞാൻ പറയാൻ പോകുന്ന ഇവിടെ ഉടനെ തന്നെ ഒരു വിശേഷം നടക്കാൻ പോവാ, നാളെ കഴിഞ്ഞ് മറ്റന്നാള് ഇവിടെ ഒരു വിശേഷ ദിവസമാണ്, ആർക്കെങ്കിലും അറിയാവോ എന്ന് ചോദിച്ചു.
എല്ലാവരും പരസ്പരം നോക്കി. അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്തികയെ നോക്കിയിട്ട് അർച്ചന പറഞ്ഞു, അവന്തികയടുത്തേക്ക് ഓർമ്മയുണ്ടാകുമല്ലേ എന്ന് ചോദിച്ചു. അവന്തിക പറഞ്ഞു, ഇല്ല എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ പറഞ്ഞു, മോളെ ഇങ്ങനെ എല്ലാവരെയും ടെൻഷൻ അടിപ്പിക്കാതെ മോള് കാര്യം പറ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അർച്ചന പറഞ്ഞു, നാളെ കഴിഞ്ഞ് മറ്റന്നാള് നമ്മുടെ നന്ദേട്ടന്റെ പിറന്നാളാണ്, കർക്കിടകത്തിലെ പിറന്നാള് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ഓ ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ എല്ലാവരും പുഞ്ചിരിയോടെ നോക്കുന്നു. അല്ല ശരിയല്ലേ അച്ഛാ എന്ന് സേതുമാധവനോട് അർച്ചന ചോദിച്ചപ്പോഴേക്കും അതേലോ, കർക്കിടകം 24 ശരിയാണ്, ഇവന്റെ പിറന്നാളാണ് മറ്റന്നാള്. ഓ ഞാനിതൊക്കെ മുമ്പ് ഇവനെ കാണാതാകുന്നതിന് മുമ്പ് എല്ലാവരുടെയും പിറന്നാൾ കൃത്യമായി ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ പോയതിനു ശേഷം പിന്നെ ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല എന്ന് സേതുമാധവൻ വിഷമത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും സ്നേഹ പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ എന്റെ പൊന്നു ചേട്ടന് ഈ അനിയത്തിയുടെ വക അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ കേട്ടോ, പിറന്നാൾ ആശംസകൾ എന്ന് സ്നേഹ അറിയിച്ചു. അത് കേട്ടതും താങ്ക് യു മോളെ എന്ന് നന്ദൻ പറഞ്ഞു. ഉടനെ നന്ദനോട് സ്നേഹയെ സന്തോഷത്തോടെ ഇങ്ങനെ വിഷ് ചെയ്യുന്നത് കേട്ട് എല്ലാവരും അതിശയത്തോടെ പറഞ്ഞു, അതെ നമുക്ക് ഇത് ആഘോഷിക്കണം എന്ന് സ്നേഹ പറഞ്ഞപ്പോ അതൊന്നും വേണ്ട മോളെ എന്ന് നന്ദേട്ടൻ അറിയിച്ചു. ഉടനെ സന്ദീപ് പറഞ്ഞു, അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇത് എല്ലാവർക്കും കൂടി വളരെ ഗംഭീരമായി ആഘോഷിക്കണം. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അതെ ഏട്ടൻ തിരിച്ചു വന്നതിന് ഒരു ഗെറ്റ് ടുഗദർ നടത്തണം എന്നായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. എന്തായാലും ഇനിയിപ്പോ പിറന്നാള് വന്നത് കൊണ്ട് നമുക്കതെല്ലാം കൂടി ഒന്നിച്ചങ്ങ് നടത്താം, അതല്ലേ നല്ലത് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ അവന്തിക്ക് ഒട്ടും താല്പര്യമില്ലാതെ അങ്ങനെ നിൽക്കുമ്പോ സേതുമാധവൻ പറഞ്ഞു, അതെ അത് മതി, നമുക്ക് അങ്ങനെ നടത്താം, എന്താ എല്ലാവർക്കും സന്തോഷമല്ലേ എന്ന് ചോദിച്ചപ്പോ സ്നേഹ പറഞ്ഞു, ഏട്ടൻ ഇക്കാര്യത്തിൽ ഒന്നും പറയണ്ട, ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് സ്നേഹ പറഞ്ഞപ്പോ നന്ദൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ നമുക്ക് നടത്താം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, അധികം ആരും വേണ്ട, അർച്ചനയുടെ വീട്ടുകാരും നമ്മുടെ ഇവിടെ ഉള്ളവരും മാത്രം മതി, അത്ര ആളുകൾ മാത്രം. കാരണം മറ്റു റിലേറ്റീവ്സിനെ കൂടി വിളിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാൾ ഞാൻ എവിടെയായിരുന്നു എന്ന് പല ചോദ്യങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും, അതിനൊക്കെ ഞാൻ ഉത്തരം പറയേണ്ടി വരും, അതുകൊണ്ടാണ് എന്ന് നന്ദൻ മറുപടി പറഞ്ഞതോടെ ശരി അങ്ങനെ തന്നെ സമ്മതിച്ചു എന്ന് എല്ലാവരും അതിനെ അംഗീകരിച്ചു. അത് കേട്ടതോടെ അങ്ങനെ തന്നെ നമുക്ക് നടത്താമെന്ന് സന്ദീപ് മറുപടി പറഞ്ഞു. അർച്ചനയെടുത്തിയുടെയും നമ്മുടെയും വീട്ടുകാർ മാത്രം എന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചിങ്ങനെ നിൽക്കുമ്പോ സേതുമാധവൻ അവന്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ അവന്തിക്ക് ഹരിഹരനെ കൂടി വിളിക്കണം കേട്ടോ, കുറെ നാളായി ഹരിഹരനെ കണ്ടിട്ട്, ഹരിഹരൻ മോളുടെ അമ്മാവനെ കൂടി ഇവിടേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അവന്തിക ഹരിഹരന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് തലകുനിച്ചങ്ങനെ നിൽക്കുമ്പോ നന്ദൻ കളിയാക്കുന്ന രീതിയിൽ ഒന്ന് തലകുലുക്കി. ആ സമയത്ത് അർച്ചന അവന്തികയെ നോക്കി പുഞ്ചിരിക്കുന്നു.